ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നിങ്ങളുടെ നയനയെ ആ വീട്ടിൽ നിന്നും അടിച്ചിറക്കാനുള്ള പദ്ധതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ നയനയെന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ നയനയെ, നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ നായിക തന്നെയാണ് നയന. അപ്പോൾ എന്തായാലും ആദർശും നിസ്സഹായനായിട്ട് ഇങ്ങനെ നിൽക്കണം. നിസ്സഹായനായിട്ടാണ് ആദർശ് നിൽക്കുന്നത്. അപ്പോൾ ആദർശിന് നല്ല കട്ടക്കലിപ്പിലൊക്കെ നിൽക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. കാരണം ആദർശിൻ്റെ ഉള്ളിൽ നയനയോട് ഒത്തിരി സ്നേഹമുണ്ട്. പക്ഷെ അത് പ്രകടിപ്പിക്കാൻ ഈ അമ്മ കാരണം പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആകെ കനകയൊക്കെ സങ്കടപ്പെട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ ഞങ്ങൾ മകളെ കൊണ്ടുപോയിക്കോളാം എന്ന ഒരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ചേച്ചി പോകുകയാണെന്ന് അതായത് എൻ്റെ മകളെ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നയന പറഞ്ഞു, ഇല്ല അമ്മേ, ഞാൻ വരില്ല, ഞാൻ ചെയ്ത തെറ്റ് എന്താണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്തത് തെറ്റല്ല എന്ന് സ്ഥാപിക്കാൻ ഞാൻ ഇവിടെ വേണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും അവൾക്ക് ഇവിടുന്ന് പോകാനായിട്ട് മനസ്സില്ല, അവൾക്ക് ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ അങ്ങോട്ട് പിടിച്ചുപോയി എന്നൊക്കെ പറഞ്ഞ് ദേവയാനിയും ജലജയും കൂടി. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, എന്തായാലും ഇനി എൻ്റെ ജീവിതത്തിൽ നീ ഇല്ല. എന്തായാലും നിന്നെ ഞാൻ പുറത്തേക്ക് ഇറക്കി വിട്ട സമയത്ത് നീ പോകേണ്ടതായിരുന്നു. നീ പോകാതെ മഴ നനഞ്ഞു നിന്ന് ബാക്കിയുള്ളവരെ കുരങ്ങളിപ്പിക്കാനായിട്ട് വന്നതല്ലേ നിൻ്റെ അച്ഛനെയും അമ്മേനെയും വിളിച്ചോണ്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. എന്തായാലും വിളിച്ചോണ്ട് ഞാൻ തന്നെയാണ് വിളിച്ച് പറഞ്ഞതെന്ന് നമ്മുടെ അനി പറയുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അനി ഇത് ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നീ എന്തിനാ ഇതൊക്കെ അറിയിക്കാൻ പോയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ആദർശ്. നിനക്ക് വേറെ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ കയറി ഇടപെടരുത്, അല്ലെങ്കിൽ എൻ്റെ കാര്യത്തിൽ കയറി ഇടപെടരുത് എന്ന് നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അനി പറഞ്ഞു, ഏട്ടനെ പോലെ മഹാപാപി ആവാൻ എനിക്ക് സാധിക്കില്ല. ഏട്ടൻ എന്തിനാണ് ഈ മഹാഭാവം ചെയ്യാനായിട്ട് നിൽക്കുന്നത്? ഏട്ടത്തി എത്രയോ നല്ലൊരു സ്ത്രീയാണ്. ഈ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളുന്ന പെണ്ണ് തന്നെയാണ് ഏട്ടത്തി എന്ന് എല്ലാവർക്കും മനസ്സിലായതല്ലേ. അത് ഏട്ടനും മനസ്സിലായതാണ്. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സ്നേഹം ഞാൻ കണ്ടതാണ്. പിന്നെ എന്തിനാണ് ഏട്ടൻ ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആദർശ് പറഞ്ഞു, അതെ, ഞാൻ എന്ത് പാപം ചെയ്തു എന്നാണ് നീ പറയണത്? അപ്പോഴേക്കും ജലജയും ചോദിക്കുകയാണ്, നീ എന്താ ഒക്കെ പറയണത്? ഇവൻ എന്ത് പാപം, അല്ലെങ്കിൽ ഇവൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? അവളല്ലേ തെറ്റ് ചെയ്തത്? പറയുന്നത് അനുസരിക്കാതെ അവൾ തോന്നിയ ദിവസം കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കാൻ ഇറങ്ങി തിരിച്ചത് എന്താ തെറ്റല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ദേവയാനിയും അനിയോട് തർക്കിക്കുകയും ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യുകയാണ്. അപ്പോഴേക്കും നമ്മുടെ കനക പറഞ്ഞു, എന്തായാലും ഞാൻ ഇനി കൂടുതലൊന്നും പറയുന്നില്ല. എൻ്റെ മകളെ കൊണ്ടുപോകാനായിട്ട് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പറഞ്ഞിട്ടും കാര്യമില്ല എന്നറിയാം. കൾച്ചർ എന്ന് പറയുന്നത് ഇതാണ് എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. എന്തായാലും എൻ്റെ മക്കളെ നല്ലൊരു വീട്ടിലേക്ക് കെട്ടിച്ചു വിടാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇതായിരുന്നു എൻ്റെ മക്കൾക്ക് കിട്ടാനിരുന്ന ജീവിതമെങ്കിൽ ഒരിക്കലും ഒരു പാവപ്പെട്ട വീട്ടിലേക്ക് കെട്ടിച്ച് ഒരു സാധാരണക്കാരനായ മരുമകനെ മതിയായിരുന്നു ഇപ്പം തോന്നിപ്പോവുക എന്നൊക്കെ ഇങ്ങനെ പറയാം. എല്ലാ ജീവിതങ്ങളും തകർത്തെറിഞ്ഞിട്ട് ഇനി തോന്നിയിട്ട് എന്താ കാര്യമെന്ന് ദേവയാനി ഇങ്ങനെ ചോദിക്കുക. നിങ്ങൾക്ക് അങ്ങനെ ഒരു പാവപ്പെട്ട മരുമകനെയാണ് വേണ്ടതെങ്കിൽ ഈ ഡിവോഴ്സും കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ നടക്കും. അതിനുശേഷം നിങ്ങളുടെ മകൾക്ക് പാവപ്പെട്ട മരുമകനെയോ ഏതെങ്കിലും തെരുവ് കിടക്കണ മരുമകനെയോ ആരെയാന്ന് വെച്ചാൽ കണ്ടെത്തി കൊടുത്തോ, എന്താ കുഴപ്പം? അവൾക്ക് ചേരുന്ന ഒരു ഭർത്താവിനെ അവൾക്ക് കണ്ടെത്തി കൊടുത്തോ. പിന്നെ അപ്പോഴേക്കും നമ്മുടെ കനക പറഞ്ഞു, എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്, ഞാൻ പോകാൻ നിൽക്കുന്നത് കൊണ്ട് ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും പോകാൻ നിൽക്കുമല്ലേ, ഇതിനെയും കൂടെ കൊണ്ടുപോക്കാം. ഇവിടെ എന്തായാലും ഇതിനെ ആവശ്യമില്ല. ഞങ്ങളാരും നിൻ്റെ രണ്ട് മക്കളെയും ഞങ്ങളാരും അംഗീകരിച്ചിട്ടില്ല എന്നിങ്ങനെ പറയാണ്. അപ്പോഴേക്കും കനക പറഞ്ഞു, ഞാൻ കൊണ്ടുപോകാൻ തയ്യാറാണ്. എൻ്റെ മക്കളെ ഇവിടെ ചവിട്ടി തേക്കാനായിട്ട് ഞാൻ അനുവദിക്കില്ല. എൻ്റെ രണ്ട് മക്കളെയും കൊണ്ടുപോകാൻ ഞാൻ തയ്യാറാണ് എന്ന് കനക ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും എന്നിട്ട് നവിയോട് പറഞ്ഞു, ബാ നവ്യ മോളെ നമുക്ക് പോകാമെന്നിങ്ങനെ പറയാണ്. അപ്പോഴേക്കും നവ്യ പറഞ്ഞു, പിന്നെ ഞാനിങ്ങും വരുന്നില്ല. എനിക്കിവിടെ ഒരു യാതൊരുവിധ കുഴപ്പമില്ല. ഞാൻ ഈ നയനെ പോലെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയില്ല. എൻ്റെ അമ്മായിയമ്മയോട് ഞാൻ ധിക്കാരം പറയുകയോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യുകയോ എന്തിനാണ് മകനെ പെറ്റതെന്ന് ചോദിക്കുകയോ ഒന്നും ഞാൻ ചെയ്യാറില്ല. അതുകൊണ്ട് എനിക്ക് ഇവിടെ ഈ വീട്ടിൽ കുടുംബത്തിൽ നിൽക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എൻ്റെ കെട്ടിയോൻ എന്നെ പുറത്ത് ആക്കിയിട്ടുമില്ല. ഞാനിട്ട് പുറത്താക്കേണ്ട രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്യുകയുമില്ല. ഭർത്താക്കന്മാർക്ക് ഇഷ്ടമല്ല കെട്ടിയോളുടെ വീട്ടിൽ പോകുന്നതോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഭർത്താക്കന്മാർക്ക് ഇഷ്ടമല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം. ഇവളെന്തിനാണ് ആവശ്യമില്ലാതെ അങ്ങോട്ടേക്ക് വരുന്നത്? അച്ഛനും അമ്മയും അല്ലായിരുന്നോ അതിന് എതിർക്കേണ്ടതും തടയേണ്ടതും? ഇവളങ്ങോട്ടേക്ക് വരണ്ടെന്നും പറഞ്ഞ് അപ്പോഴേക്കും കനക പറഞ്ഞു, ആ കുടുംബത്തിൽ നീ എൻ്റെ മകൾ തന്നെയാണ്. ആ കുടുംബത്തിലെ കാര്യങ്ങളെ എങ്ങനെയാണ് കഴിഞ്ഞു പോകുന്നത് നിനക്ക് വല്ലതും അറിയാവോ? അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന് നിനക്കറിയാവോ? ആ പ്രശ്നങ്ങളൊക്കെ തീർക്കാനാണ് നയനമോൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും നയനമോളെ പോലൊരു പെണ്ണിനെ കിട്ടാനുള്ള യോഗ്യത ഈ കുടുംബത്തിന് ഇല്ലയെന്ന് ഞാൻ അങ്ങോട്ട് വിചാരിക്കും. പിന്നെ നീ വരുന്നെങ്കിൽ വന്നാൽ മതി, ഞങ്ങൾ പോവാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ നയനയുടെ കൈയും പിടിച്ച് ഗോവിന്ദൻ ഇറങ്ങിപ്പോകാനായിട്ട് ഇങ്ങനെ തുടങ്ങുകയാണ്. അപ്പോഴേക്കും ഈ ആദർശിൻ്റെ മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു, മോനെ ഒരുപാട് സന്തോഷിച്ചിരുന്നു ഇന്നത്തെ ദിവസം. മോൻ അവിടെ വന്നപ്പോഴും അവളോടൊപ്പം ഒരു ആഹാരം കഴിച്ചപ്പോഴും ഒരുമിച്ച് ചെളി ചവിട്ടുമൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ ശരിക്കും ഞാൻ എൻ്റെ മരുമകനെക്കുറിച്ച് ഓർത്ത് അഭിമാനിച്ചിരുന്നു. ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തുകൂട്ടി എന്നൊക്കെ പറഞ്ഞപ്പോൾ അയ്യോ മരുമോനെ പോയി അങ്ങോട്ട് കയ്യിലേക്ക് കെട്ടി നിങ്ങളുടെ ഒപ്പം അങ്ങ് ആക്കി എന്നൊക്കെ വിചാരിച്ചു അല്ലേ എന്നൊക്കെ ജലജ ഇങ്ങനെ ചോദിക്കുകയാണ്.
അപ്പോഴേക്കും കനക പറഞ്ഞു, എൻ്റെ ഗോവിന്ദേട്ടനെ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ദേവയാനി പറഞ്ഞു, എന്താണ് നിൻ്റെ ഗോവിന്ദേട്ടനെ പറഞ്ഞു കഴിഞ്ഞാൽ? ഉള്ളതല്ലേ, ഇല്ലാത്തതൊന്നും അല്ലല്ലോ. കാരണം ഇവരുടെ അച്ഛനാണ്, ഇവരുടെ അച്ഛനും അമ്മയും ഒക്കെ തെറ്റുകാരാണെന്ന് ഞങ്ങൾക്കറിയാം. എന്തായാലും ഇയാളും സൈലൻ്റായിട്ട് നിന്ന് ഞങ്ങളുടെ കുടുംബത്തെ തകർക്കാൻ നോക്കിയത് തന്നെയാണ് എന്ന് നമ്മുടെ ദേവയാനി ഇങ്ങനെ പറയാണ്. എന്നിട്ട് ദേവയാനി പറഞ്ഞു, ഇയാൾക്ക് 3 അറ്റാക്കൊക്കെ വന്നതെന്ന് പറഞ്ഞാൽ ഉള്ളതാണോ? ഇയാളുടെ സ്വഭാവം വെച്ചിട്ട് 3 അറ്റാക്കൊന്നും വരാനും അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിലൊക്കെ ഇയാൾ ചങ്ക് പൊട്ടിച്ചാവേണ്ടതാണ്. എന്നിട്ട് ഇയാൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും നയന് പറഞ്ഞു, എൻ്റെ അച്ഛനൊന്നും പറ്റാത്തതാണോ നിങ്ങൾക്കൊക്കെ സങ്കടം എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്തായാലും ഇനി ഒന്നും സംസാരിക്കേണ്ട മോളെ, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് പോകുന്നതിന് മുമ്പ് നയന ദയനീയമായൊരു നോട്ടം, ചങ്കിക്കൊള്ളുന്നൊരു നോട്ടം ആദർശം ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ നയനയുടെ കൈയും പിടിച്ച് ഗോവിന്ദനും കനകയും കൂടെ കൊണ്ടുപോവുകയാണ്, പുറത്തേക്ക് കൊണ്ടുപോകണം. ആ ഒരു സമയത്ത് ആ മഴയത്താണെങ്കിലും നയന ഇങ്ങനെ ഓർക്കുന്നത്, ആ കടൽക്കാറ്റ് നെഞ്ചിൽ ആ പാട്ടൊക്കെ ഇങ്ങനെ വരികയാണ്. അപ്പോൾ നയന ഇങ്ങനെ ഓർക്കുന്നത് ഇവർ ഒരുമിച്ച് കഴിഞ്ഞാൽ നല്ല നിമിഷങ്ങളുണ്ടല്ലോ, ആ ഒരു നിമിഷങ്ങളൊക്കെ തന്നെയാണ് നയന ആദർശം തമ്മിലുള്ള നല്ല നിമിഷങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുകയൊക്കെയാണ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഇവർ പോകാനായിട്ട് തുടങ്ങിയപ്പോഴേക്കും ഒരു കാറ് വന്ന് അങ്ങോട്ടേക്ക് നിൽക്കുകയാണ്. ആ കാറിൽ നിന്നും ഇറങ്ങിയത് പുതിയൊരാളാണ്. അപ്പം നമ്മളൊക്കെ ആലോചിക്കും, ഇതാരപ്പ പുതിയൊരാൾ, മറ്റാരുമല്ല, ഇനി ഇതാണ് ആദർശിൻ്റെ അച്ഛൻ, ഇനി മുതൽ ഇതാണ് ആദർശിൻ്റെ അച്ഛൻ. എന്തായാലും മറ്റേ മനുഷ്യനേക്കാളും നല്ലതല്ലേ, ദേവയാനിക്ക് ഭർത്താവായിട്ട് ചേരുന്നത് ഈ ഒരു മനുഷ്യനെ തന്നെയാണ്. ഇങ്ങനെ മഴയത്ത് നനഞ്ഞ് ഇവർ ഇറങ്ങി നിൽക്കണം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇതെന്താ സംഭവിച്ചതെന്ന് ഇങ്ങനെ ചോദിക്കുക കേട്ടോ. നിങ്ങളെന്തിനാ ഈ മഴയത്ത് ഇറങ്ങി നനഞ്ഞിരിക്കുന്നതല്ല, നയനമോളുടെ അച്ഛനും അമ്മയൊക്കെ എന്താ ഈ രാത്രിയിൽ ഇവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നയന ആകെ സങ്കടത്തോടെ ഇങ്ങനെ അച്ചാന്നിങ്ങനെ വിളിക്കട്ടെ. അപ്പോൾ നനയുടെ ഒരു ശബ്ദം കരച്ചിൽ ചെയ്യുന്നതുപോലെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് പറ്റിയത്, ഇങ്ങോട്ട് വാ, എന്താ പറ്റിയത്, മഴയത്ത് നിങ്ങൾ മാറി നിൽക്കുകയെന്ന് പറഞ്ഞ് കാർപോച്ചിലേക്ക് കയറി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ മകളെ കൊണ്ടുപോവുകയാണ് സാർ, ബാക്കി എല്ലാ കാര്യങ്ങളും വീട്ടുകാരോട് ചോദിച്ചാൽ മതി, അവരറിയിക്കാം. അപ്പോഴേക്കും നമ്മുടെ അനി അങ്ങോട്ട് ഇറങ്ങി വന്നു. ഞാൻ പറഞ്ഞതാണ് ഇവരോട് പോകണ്ട, ഏട്ടത്തിയോട് പോകണ്ടെന്ന്, ഇവിടുന്ന് ഏട്ടത്തി ഇറക്കി വിട്ടിരിക്കുകയാണ് വലിച്ച എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനി കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇവിടെ നിന്ന് നയനെ ഇറക്കി വിട്ട കാര്യവും ഇവിടെ നടന്ന സംഭവവും ദേവയാനി പ്രശ്നം ഉണ്ടാക്കിയതും ആദർശ് ഇവളെ തള്ളി ഇറക്കി വിട്ടതും ഇത്ര നേരം മഴ നനഞ്ഞതും അകത്തുണ്ടായ പ്രശ്നങ്ങളും എല്ലാം വള്ളി പുള്ളി തെറ്റാതെ നമ്മുടെ അനി പറയുകയാണ്. അങ്ങനെ അനിയെ നീ എന്തായാലും വാ, എന്തായാലും ഇവിടെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് അവളല്ലല്ലോ, ആദർശിൻ്റെ തലയിരിക്കുമ്പോൾ വാലാടേണ്ട കാര്യമില്ലല്ലോ, ഇവിടെ അച്ഛനൊന്നും പറഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും മുത്തശ്ശൻ പോലും നിസ്സഹായനാണ്. എന്തായാലും ഞാൻ അവൻ്റെ അച്ഛനാണ്, എൻ്റെ മരുമോളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതേ ഞാനാണ്. ദേവയാനി ഞാൻ പറയുന്നത് അനുസരിക്കുമല്ലോ എന്ന് എനിക്ക് അന്ന് അറിയണമല്ലോ എന്നും പറഞ്ഞിട്ട് ദേവയാനിയുടെ മുമ്പിലേക്ക് നയനയുടെ കൈയും പിടിച്ചുകൊണ്ട് ഇയാൾ അകത്തേക്ക് കയറി ചെല്ലുകയാണ്. ഇവിടെ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോഴേക്കും അച്ഛൻ ഇതിൽ ഇടപെടണ്ടെന്ന് പറഞ്ഞ ആദർശൻ. അപ്പോഴേക്കും അയാൾ ചോദിച്ചു, പിന്നെ എൻ്റെ കുടുംബത്തിലെ പ്രശ്നത്തിന് ഞാനല്ലാതെ പിന്നെ അയലോക്കംകാരൻ വന്ന് ഇടപെടുവാടാ എന്ന് ചോദിച്ചുകൊണ്ട് അയാൾ ദേഷ്യപ്പെടുകയാണ്. പിന്നെ ഞങ്ങൾ ഇവിടെ മുതിർന്നവർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ കുടുംബത്തിലെ ഒരു തീരുമാനവും നീ എടുക്കാറായില്ല, ഈ കുടുംബത്തിലെ തീരുമാനം നീ എടുക്കാറായില്ല, നീ പറഞ്ഞല്ലോ നിൻ്റെ ജീവിതത്തിലേക്ക് എന്ന തീരുമാനം നിനക്ക് എടുക്കാം. ഈ കുടുംബത്തിൽ നിന്നും ഇവളെ ഇറക്കി വിടാൻ നിന്നോട് ആരാ പറഞ്ഞേ? ആര് പറഞ്ഞു ഈ കുടുംബത്തിൽ ഇവളെ ഇറക്കി വിടാനും മാത്രം ഇവളെന്ത് തെറ്റാ അതിനെതിരെ ചെയ്തത്? അപ്പോഴേക്കും ദേവയാനി അത് ഏട്ടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നീ കൂടുതൽ സംസാരിക്കണ്ട, നിനക്കുള്ളത് ഞാൻ പിന്നെ തരാം എന്ന് പറഞ്ഞിട്ട് നയനയോട് പറയാണ്, നീ ചെയ്തത് തെറ്റല്ല, ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു, നീ ചെയ്തത് തെറ്റല്ല. അപ്പോഴേക്കും മുത്തശ്ശനും അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. എന്തായാലും എൻ്റെ മോൻ എനിക്ക് വേണ്ടി സംസാരിക്കാനുണ്ടല്ലോ എന്ന് മുത്തശ്ശൻ ഇങ്ങനെ ആലോചിക്കുക. അപ്പോൾ മോള് ചെയ്തത് ഒരിക്കലും തെറ്റല്ല, പക്ഷേ എൻ്റെ ഭാര്യ ചെയ്തത് തെറ്റാണ്, അവൾക്ക് അതിന് തക്ക ശിക്ഷ കിട്ടുക തന്നെ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ പുള്ളിക്കാരൻ അങ്ങോട്ട് 5 ഡയലോഗും കാച്ചി നയനെ അകത്തേക്ക് കയറ്റിക്കൊണ്ട് പോവാണ്. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ വിശേഷം. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സി യു അഗെയിൻ. താങ്ക് യു. എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനൊന്നും മറക്കരുത്. ഹണി സ്റ്റോറീസും ഉണ്ട്, അല്ലു സ്റ്റോറീസും ഉണ്ട്. അപ്പോൾ ഈ ഹണി സ്റ്റോറീസിൻ്റെ പേര് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഞാൻ പഴയതുപോലെ ചിൽ ചെയ്താന്ന് ആക്കിക്കോളാം കേട്ടോ. അപ്പോൾ നിങ്ങളുടേക്ക് കൂടുതൽ ചാനൽ എത്തുന്നു തോന്നുന്നു. നിങ്ങളെല്ലാവരും ആ ഒരു രീതിയിലാണ് സെർച്ച് ചെയ്ത് നോക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പലരും അത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ കാണാം. സി യു അഗെയിൻ. താങ്ക് യു.